ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യാം. ASTM സ്റ്റാൻഡേർഡ് ബേസ് ചെയ്ത് പൈപ്പ് ഷെഡ്യൂൾ സെലക്ഷൻ ആണ് ഇന്ന് നോക്കുന്നത്. അതിനുള്ള പ്രൊസീജിയർ നോക്കാം. അതിന് ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആയിട്ട് A 6-inch nominal bore pipe has an external design pressure of 400 psi at 750 degree Fahrenheit. The material of construction of pipe is seamless austenite stainless steel ASTM A312 TP304L. The corrosion allowance is nil. Calculate thickness and select proper schedule. Refer ASME section 8 division 1 UG 28. Assume value of T and determine ratios L by D0 and D0 by T. ഇതിൽ അഡോപ്റ്റ് ചെയ്യുന്ന പ്രൊസീജിയർ ഫസ്റ്റ് ഒരു ഷെഡ്യൂൾ ചൂസ് ചെയ്യും. അതായത് ഒന്ന് അസ്യൂം ചെയ്തിട്ട് ആ വാല്യൂ വെച്ചിട്ട് ഈ ഡിസൈൻ പ്രഷറുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. അത് മാച്ച് ചെയ്യുന്നില്ല നെക്സ്റ്റ് ഹയർ ഷെഡ്യൂളിലേക്ക് പോകും. അത് മാച്ച് ചെയ്യുന്നുണ്ടോ, അങ്ങനെ ഒരു ഐട്രേറ്റീവ് പ്രൊസീജിയറാണ് ഇവിടെ ചൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് L by D0ക്ക് ഒരു വാല്യൂ അസ്യൂം ചെയ്യാം. ഈ ചാർട്ടിന്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് L by D0 വാല്യൂസ് ആണ്. താഴെ ഫാക്ടർ എ, ദ വാല്യൂസ് ഓഫ് ഫാക്ടർ എ യൂസ്ഡ് ഇൻ ഫോർമുലാസ് ഫോർ വെസൽസ് അണ്ടർ എക്സ്റ്റേണൽ പ്രഷർ. അതുപോലെ തന്നെ D0 by T ഓരോ കറസ്പോണ്ടിങ് വാല്യൂസിനുള്ള ഓരോ കർവുണ്ട്. ഇതിനകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ L by D0യുടെ വാല്യൂ 0.05 മുതൽ 50 വരെയാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ നമ്മൾ ഇതിനിടയ്ക്കുള്ള ഒരു വാല്യൂ ചൂസ് ചെയ്യുക. അപ്പോൾ 50 ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഈ ഒരു ലൈൻ ആയിരിക്കും. അത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഷെഡ്യൂൾ ഫിക്സ് ചെയ്യുന്നു, അതിൻ്റെ ആ തിക്നെസ് എടുത്തിട്ട് D0 by T കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് 6 ഇഞ്ച് പൈപ്പാണ്, അതിൻ്റെ ഔട്ടർ ഡയമീറ്റർ നോക്കുക. ഔട്ടർ ഡയമീറ്റർ കാണാനായിട്ട് ഇപ്പോൾ 6 ഇഞ്ച് പൈപ്പാണ്. ഇവിടെ 6 ഇഞ്ച് പൈപ്പിൻ്റെ ഔട്ടർ ഡയമീറ്റർ ഇഞ്ചിലും തന്നിട്ടുണ്ട്, മില്ലിമീറ്ററിലും ഉണ്ട്. ഇവിടെ നിന്ന് ഇഞ്ചിലുള്ളത് 6.625 ഈ ഒരു വാല്യൂ എടുക്കാം. ഈ സെയിം ടേബിൾ തന്നെ ഇതിനകത്തുണ്ടാവും. ഇതിനകത്താണ് നമ്മുടെ ASME ഡിസൈൻ ഡേറ്റയ്ക്കകത്തുണ്ടാവും. ഇത് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തൊരു പേപ്പറാണ്. ഇതുപോലെ തന്നെ ഈ ടൈപ്പ് ഒരു ചാർട്ടായിരിക്കും അതിനകത്തുണ്ടാവുക. ഈ ഷെഡ്യൂൾ 10S, ഷെഡ്യൂൾ 5S, ഷെഡ്യൂൾ 40S, അങ്ങനെ. ഇപ്പോൾ അടുത്തൊരു ചാർട്ടാണ് ഷെഡ്യൂൾ 30, ഷെഡ്യൂൾ 40, ഷെഡ്യൂൾ 60, അങ്ങനെ. ഇതുപോലത്തെ ഈ ചാർട്ടിൽ നിന്ന് ഇവിടെ ഇഞ്ചിലുള്ള അതിൻ്റെ 6 ഇഞ്ച് പൈപ്പ് ഉണ്ട്, അതിൻ്റെ ഡയമീറ്റർ ഔട്ടർ ഡയമീറ്റർ 6.625 മില്ലിമീറ്ററിൽ തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഓരോ ഷെഡ്യൂളിൻ്റെയും പൈപ്പിൻ്റെ തിക്നെസ് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, 6 ഇഞ്ച് പൈപ്പിൻ്റെ ഔട്ടർ ഡയമീറ്റർ എന്ന് പറയുന്നത് 6.625. ഇപ്പോൾ കിട്ടിയത് ഇവിടെ നിന്നാണ്, ഡിസൈൻ ഡേറ്റ് നമ്മുടെ പൈപ്പ് ഷെഡ്യൂളിൽ നിന്നാണ്. ഇപ്പോൾ 6.625 ആദ്യം ഒരു ഷെഡ്യൂൾ ഫിക്സ് ചെയ്യാം. ഈ ഒരു ചാർട്ടിൽ ഓസ്റ്റനൈറ്റിക് സ്റ്റീലിൻ്റെ ഫിഗേഴ്സാണ് ഈ എൻഡിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൽ നിന്ന് 6 ഇഞ്ചിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന SCH 5S എന്ന് പറഞ്ഞാൽ SS ഫോർ സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഇവിടെ 6 ഇഞ്ചിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന തിക്നെസ് 2.77. അപ്പോൾ 2.77 ചൂസ് ചെയ്യാം. ഷെഡ്യൂൾ ചൂസ് ചെയ്ത് SCH 5S, അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്ന തിക്നെസ് ഈക്വൽ ടു 2.77 മില്ലിമീറ്റർ ആണ്. ആദ്യം ഇതിനെ ഇഞ്ചിലേക്ക് കൺവേർട്ട് ചെയ്യാം. 25.4 മില്ലിമീറ്റർ ആണ് 1 ഇഞ്ചായിട്ട് വരുന്നത്. അപ്പോൾ 25.4 മില്ലിമീറ്റർ ഈക്വൽ ടു 1 ഇഞ്ച്. അങ്ങനെയാണെങ്കിൽ 2.77 മില്ലിമീറ്റർ എന്ന് പറയുന്നത് 2.77 ഇൻറ്റു 1/25.4 ഈക്വൽ ടു 0.10905 ഇഞ്ച് എന്ന് കിട്ടും. ഇവിടെ നിന്ന് തിക്നെസ്സായി. ഫസ്റ്റ് വേണ്ടത് ഏതൊക്കെയാണ്? L by D0. L by D0യുടെ വാല്യൂ ഇപ്പോൾ സപ്പോസ് ഈക്വൽ ടു 50 എന്ന് ചൂസ് ചെയ്യുന്നു. D0 by T കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ കിട്ടിയ തിക്നെസ് ഇതിനകത്ത് ഒരു മിൽ അലവൻസും കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്യണം. അതായത് നമ്മളിപ്പോൾ ഒരു ഷെഡ്യൂൾ പറഞ്ഞാലും അതിനകത്തൊരു 12.5% മിൽ അലവൻസ് എന്ന് പറഞ്ഞാൽ ആ പറയുന്ന തിക്നെസ്സിൽ നിന്ന് 12.5% കൂടുതലോ കുറവോ വരാം. അപ്പോൾ നമ്മളൊരു വേസ്റ്റ് കേസായിട്ട് നെഗറ്റീവ് മിൽ ടോളറൻസ് ആയ 12.5% എടുത്തു കഴിഞ്ഞാൽ തിക്നെസ് ചൂസ് ചെയ്യേണ്ടത് തിക്നെസ് ഈക്വൽ ടു
0.10905 ഇഞ്ച് ഇൻറ്റു 87.5 by 100, അതായത് ഒരു 12% കുറയ്ക്കുന്നു. 100 മൈനസ് 12.5 87.5, ഒരു 12.5% കുറച്ച് കഴിഞ്ഞാൽ ഈ കിട്ടുന്നത് വേണം 0.10 ആയിരുന്നു, 0.10905 ഇഞ്ച് ഇൻറ്റു 87.5 by 100 ചെയ്യുമ്പോഴേക്കും ആ നെഗറ്റീവ് മിൽ ടോളറൻസും കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്ത് ഒരു തിക്നെസ് കിട്ടും. ഈ തിക്നെസ് യൂസ് ചെയ്ത് വേണം d0/t കാൽക്കുലേറ്റ്. ഇവിടെ നിന്ന് തിക്നെസ് ഈക്വൽ ടു 0.09542 ഇഞ്ച് എന്ന് കിട്ടും. ഇത് വേണം ഇവിടെ യൂസ് ചെയ്യാൻ. d0യുടെ വാല്യൂ ഇവിടെയാണ് 6.625 by thickness equal to 0.09542. ഇവിടെ d0/tയുടെ വാല്യൂ d0/t equal to 69.42. ഈ വാല്യൂ വെച്ചിട്ട് വേണം നമ്മുടെ ഗ്രാഫിലേക്ക് പോകാനായിട്ട്. ഈ ഒരു ചാർട്ടിൽ നമ്മൾ L/D0 50 ആണ് ചൂസ് ചെയ്തത്. ഇനി d0/tയുടെ വാല്യൂ കിട്ടിയ 69.4 എന്നായിരുന്നു. അപ്രോക്സിമേറ്റ്ലി 70 എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 60 ഉണ്ട്, ഇവിടെ ഒരു 80 ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എക്സാക്ട്ലി ഇടയ്ക്കായിരിക്കും നമ്മുടെ എന്ത് വരുന്നത് 70 വരുന്നത്. ഈ ഒരു ലൈനായിട്ട് അസ്യൂം ചെയ്യുക. അത് നേരെ താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് 0.0001 ഇൻറ്റു 2. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ ഇത്രയേ ഉള്ളൂ. L/D0യുടെ വാല്യൂ 50 എടുത്തു, d0/tയുടെ വാല്യൂ 69, അതുകൊണ്ട് 70 അസ്യൂം ചെയ്യുന്നു. ഈ ഒരു ലൈൻ എടുക്കുന്നു, അപ്പോൾ അത് നേരെ താഴേക്ക് വരിക. ഈ ആക്സിസുമായിട്ട് കട്ട് ചെയ്യുന്നത് 2ലാണ്. ഇവിടെ വരുന്ന നമ്മൾ ഫാക്ടർ എ എടുക്കേണ്ടത് ഇവിടെ തന്നിട്ടുള്ള 0.0001 ഇൻറ്റു ഈ 2 എന്ന് എടുക്കുക. ആ വാല്യൂ വെച്ചാണ് ബാക്കി കാൽക്കുലേഷൻസ് ചെയ്യുന്നത്. 0.0001 ഇൻറ്റു ഫാക്ടർ എയുടെ വാല്യൂ 0.00001 ഇൻറ്റു 2. അടുത്ത് നമുക്ക് വേണ്ടത് ഫാക്ടർ ബി ആണ്. അപ്പോൾ ഫാക്ടർ എയുടെ വാല്യൂ ഉണ്ട്, ഫാക്ടർ ബി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഫാക്ടർ ബിക്കായിട്ട് ഈ ഒരു ഗ്രാഫാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ ഒരു ചാർട്ട് നമ്മുടെ തിയറി ആൻഡ് ഡിസൈൻ ഓഫ് പ്രഷർ വെസൽസ് ബൈ ജോൺ ഓഫ് ഹാർവി എന്ന് പറയുന്ന ടെക്സ്റ്റിനകത്ത് 586 പേജിലുണ്ട്. അല്ലാതെ തന്നെ ASME ഡിസൈൻ ഡാറ്റ ബുക്കിനകത്തും ഈ ഒരു വാല്യൂസ് ഉണ്ട്. നമ്മൾ ചെയ്യേണ്ടത് ഫാക്ടർ എയുടെ വാല്യൂ കിട്ടിയായിരുന്നു 2.0001 ഇൻറ്റു 2, അതായത് ഈ ഒരു ലൈനാണ്. അതും നമ്മുടെ ടെമ്പറേച്ചറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ 750 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. 100 ഫാരൻഹീറ്റ്, 400, 700, 900, 1200 ഫാരൻഹീറ്റ്. അപ്പോൾ 750 ആകുമ്പോഴേക്കും ഈ 700-നും 900-നും ഇടയ്ക്കായിട്ട് ഈ ഒരു ലൈനുമായിട്ട് വരും. ആ ലൈനും നമ്മുടെ ഈ 0.0001 ഇൻറ്റു 2 എന്ന് പറയുന്നത് കൊണ്ട് ഇൻ്റർസെക്ട് ചെയ്ത ലൈന് ഏകദേശം ഈ ഫസ്റ്റ് കോളത്തിനകത്ത് ഈ 2000-നും 2500-നും ഇടയ്ക്കായിട്ട് അപ്രോക്സിമേറ്റ്ലി ഒരു 2400 എന്ന് അസ്യൂം ചെയ്യുന്നു. ഫാക്ടർ ബി ഈക്വൽ ടു 2400. അപ്പോൾ എ ആയി, ബി ആയി. ഇനി അലൗവബിൾ പ്രഷർ കാണാനായിട്ട് അലൗവബിൾ പ്രഷർ പി എ ഈക്വൽ ടു 4/3 ഫാക്ടർ ബി ബൈ d0/t. ഇവിടുന്ന് 4/3, ബിയുടെ വാല്യൂ 2400, d0/t ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. d0/t എന്നാണ് 69.42. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 46.09 PSI എന്ന് കിട്ടും. പക്ഷെ നമ്മുടെ ഡിസൈൻ പ്രഷർ എന്ന് പറയുന്നത് 400 PSI ആണ്. അപ്പോൾ എന്ത് ചെയ്യണം, അടുത്ത ഷെഡ്യൂളിലേക്ക് പോവുക. അപ്പോൾ ഇത് ഡിസൈൻ പ്രഷറിനേക്കാൾ കുറവായതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ഷെഡ്യൂൾ ചൂസ് ചെയ്യുന്നു. ഈ ഒരു ഗ്രാഫിൽ നിന്ന് ചൂസ് ചെയ്യാം. നമ്മുടെ 40-ഉം 400-ഉം PSI, അപ്പോൾ ഒരു ലാർജ് ഡിഫറൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഇനി SH80S ആ ഒരു കർവിൽ നിന്ന് 6 ഇഞ്ച് പൈപ്പിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 10.97 മില്ലിമീറ്റർ. അപ്പോൾ അതിന് ഇഞ്ചിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഈ ഐറ്ററേഷന് വേണ്ടി ചൂസ് ചെയ്തത് ഷെഡ്യൂൾ 80S, തിക്നെസ് എന്ന് പറയുന്നത് 10.97 മില്ലിമീറ്റർ ഈക്വൽ ടു
10.97 into 1 by 25.4 equal to 0.4318 inch. ഇവിടെ നിന്ന് തിക്നെസ് ആയി d0 by L by d0യുടെ വാല്യൂ ചേഞ്ച് ചെയ്യില്ല. L by d0 equal to 50 എന്ന് തന്നെ എടുക്കാം. ഈ തിക്നെസ്സിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിനി എന്ത് ചെയ്യാം? മിൽക്ക് ടോളറൻസ്, അത് 12.5% മിൽക്ക് ടോളറൻസും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ T equal to 0.43188 into 87.5 by 100. ഇത് ചെയ്യുമ്പോഴേക്കും ഇവിടെ മിനിമം തിക്നെസ് 0.3778 ഇഞ്ച് എന്ന് കിട്ടും. ഇനി ഈ തിക്നെസ് വേണം d0 by t കാൽക്കുലേറ്റ് ചെയ്യാൻ. L by d0യുടെ വാല്യൂ 50 തന്നെയാണ്. d0 by t equal to 6.625 ആണ് d0 by 0.37789 equal to 17.5315. ഇപ്പോൾ ഇവിടെ d0 by t ആയി, L by d0 ഈ രണ്ട് വാല്യൂ യൂസ് ചെയ്ത് ഫാക്ടർ എ കിട്ടുന്നത് ആ ഒരു ഗ്രാഫിൽ നിന്നാണ്. ഈ ഒരു ചാർട്ടിൽ നമ്മുടെ L by d0യുടെ വാല്യൂ 50 ആണ്, d0 by tയുടെ വാല്യൂ 17. അപ്പോൾ ഇവിടെ 20 ഉണ്ട്, 15 ഉണ്ട്. അപ്പോൾ 17 ആകുമ്പോഴേക്കും ഈ ഒരു ലൈനിലേക്ക് വരും. L by d0 50 ആയതുകൊണ്ട് തന്നെ മേളിലത്തെ ഈ ലൈനിൽ കട്ട് ചെയ്യുന്ന ഈ ഒരു ലൈൻ തന്നെ നേരെ താഴേക്ക് പോയാൽ മതി. ലൈനിന് താഴേക്ക് എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത് 3 ആണ്. ഈ 3 അതായത് 0.001 into 3 ആണ് ഫാക്ടർ എയുടെ വാല്യൂ. ഇവിടെ നിന്ന് ഫാക്ടർ എ ഈക്വൽ ടു 0.001 into 3. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫാക്ടർ ബി കാൽക്കുലേറ്റ് ചെയ്യണം. അതും ആ ഗ്രാഫിൽ നിന്ന് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. ഫാക്ടർ ബി ഇവിടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 750 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. അപ്പോൾ 700നും ഈ 900നും ഇടയ്ക്ക് വരുന്ന ഈ ഒരു റീജിയൻ ആയിരിക്കും. ഇവിടെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ 0.001 into 3 ആണ്. ഈ ഒരു ലൈൻ ഈ ഒരു പൊസിഷൻ ആയിരിക്കും അതിനിടയ്ക്ക് വരുന്നത്. കറക്റ്റായിട്ട് ഇൻ്റർപോളേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് റിസൾട്ട് കിട്ടും. നമുക്ക് ഒരു അപ്രോക്സിമേറ്റ് റിസൾട്ടായിട്ട് ഇതിനിടയ്ക്ക് വരുന്ന ഒരു വാല്യൂ എടുക്കാം. ഇവിടെ 600 6000 7000 ആണ്. ഇതിനിടയ്ക്ക് വരുന്നൊരു 6700 6500 6600 ആ ഒരു റേഞ്ചിൽ എടുക്കാം. ഫാക്ടർ ബി ഈക്വൽ ടു 6600. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നിന്ന് ഡിസൈൻ പ്രഷർ അല്ലെങ്കിൽ അലൗവബിൾ പ്രഷർ എന്ന് പറയുന്നത് 4/3 into b by d0 by t equal to 4/3 into 6600 divided by d0 by t യുടെ വാല്യൂ 17.5315. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 501.95 psi എന്ന് കിട്ടും. നമ്മുടെ ഡിസൈൻ പ്രഷർ 400 psi ആണ്. അപ്പോൾ ഇത് എന്താണ്, ഒരു സേഫ് പ്രഷറാണ്. ഗ്രേറ്റർ ദാൻ 400 psi ഡിസൈൻ എക്സ്റ്റേണൽ പ്രഷറാണ്. അപ്പോൾ നമ്മുടെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഷെഡ്യൂൾ സെലക്റ്റഡ് ഈക്വൽ ടു SCH 80S. തിക്നെസ് എന്ന് പറയുന്നത് 10.97 മില്ലിമീറ്റർ അല്ലെങ്കിൽ 0.4318 ഇഞ്ച്. ഇതാണ് പൈപ്പ് ഷെഡ്യൂൾ സെലക്ഷൻ്റെ പൈപ്പ് ഷെഡ്യൂൾ പ്രോബ്ലം വരുന്നത് ചെയ്യേണ്ടത് ഈ ഒരു മെത്തേഡിലാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.